നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തിയ സ്ത്രീക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോക്സോ കോടതി. കാട്ടാക്കട മണ്ണൂർക്കര കള്ളോട് സ്വദേശിയായ സർജനത്ത് ബീവിക്കാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി 1 വർഷം കഠിന തടവും 20,000 രൂപ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 66 വയസ്സാണ് ഇവർക്ക് പ്രായം. പിഴത്തുക അതിജീവിതനായ ആൺകുട്ടിക്ക് നൽകണമെന്നും തുക ഒടുക്കി നൽകിയില്ലെങ്കിൽ 3 മാസം അധിക കഠിന തടവ് കൂടി അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. 2023 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുകയായിരുന്ന കുട്ടിയെ പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും അടിവസ്ത്രവും ഉയർത്തി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. 1 തവണയല്ല 2 തവണയല്ല, നിരന്തരം ഇത് തന്നെയാണ് പ്രതി ആവർത്തിച്ചത്. പലതവണയായി ഇത്തരം പ്രവർത്തികൾ നടത്തിയെന്ന് കുട്ടി നേരിട്ട് കോടതിയിൽ മൊഴി നൽകി. പിന്നീട് മാനഹാനി കാരണം പുറത്തു പറയാതിരുന്ന കുട്ടി ഇത് നിർത്താതെ ശല്യം കൂടിയതോടെയാണ് പിതാവിനോട് കാര്യം തുടർന്ന് പറഞ്ഞത്. ഒടുവിൽ കേസ് കൊടുക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രമോദാണ് കോടതിയിൽ ഹാജരായത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 12 സാക്ഷികളെ വിസ്തരിക്കുകയും 11 രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. കാട്ടാക്കട സബ് ഇൻസ്പെക്ടറായിരുന്ന ജയരാജാണ് കുറ്റപത്രം നൽകിയത്. നേരെ തിരിച്ച് ഇത്തരത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്ന ആൺ പ്രതികൾക്ക് പോക്സോ കോടതി വിധി വരുന്നത് എപ്പോഴും കാണാറുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ സ്ത്രീകളും അതിക്രമം നടത്തുന്ന സംഭവങ്ങളുണ്ട്. എന്നിരുന്നാലും വളരെ ചുരുക്കമാണ്. ഏതായാലും നിയമമൊക്കെ തന്നെ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് തന്നെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു 66 വയസ്സുള്ള ഈ ഒരു സ്ത്രീക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ. ഏതായാലും 1 വർഷമാണ് കഠിന തടവ്, 20,000 രൂപ പിഴയും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് പിഴ നൽകിയില്ലെങ്കിൽ 3 മാസം അധിക ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം സ്ത്രീകൾ പ്രതികളാകാൻ സാധ്യതയുണ്ട്. പോക്സോ നിയമം കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ളതാണ്. ഇതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പ്രതികളാകാം. കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരാളും, ഇത് സ്ത്രീയാണെങ്കിൽ പോലും നിയമ നടപടി നേരിടേണ്ടി വരും. പോക്സോ നിയമത്തിലെ സെക്ഷൻ 40 എല്ലാ നടപടികളുടെയും പുരോഗതിയുടെയും വിവരങ്ങൾ കുട്ടിയുടെ രക്ഷിതാവിനോ നൽകണമെന്ന് അനുശാസിക്കുന്നുണ്ട് ഇന്ത്യൻ ലോ ഓഫീസേഴ്സ്. ഈ നിയമം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അതിനാൽ പോക്സോ നിയമപ്രകാരം സ്ത്രീകളും പ്രതികളാകും. ചില ഉദാഹരണങ്ങൾ: കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയോ സ്പർശിക്കുകയോ ലൈംഗിക അവയവങ്ങളിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്താൽ സ്ത്രീയും പ്രതിയാകും. ലൈംഗിക ഉദ്ദേശത്തോടെ കുട്ടിയെ ഉപയോഗിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്താലും സ്ത്രീ പ്രതിയാകാം. പോക്സോ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചാലും സ്ത്രീക്കെതിരെ നടപടിയെടുക്കാം. മറ്റൊരു സംഭവം കൂടി ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ 16-കാരിയെ ഗർഭിണിയാക്കിയ സംഭവത്തിൽ ബന്ധുവായ സഹപാഠിക്കെതിരെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതിയെ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിനി പഠനത്തിൽ താല്പര്യം കാണിക്കാത്തതും ക്ലാസ്സിൽ ഹാജരാക്കാത്തതും അധ്യാപകരാണ് ആദ്യം ശ്രദ്ധിച്ചത്. അവർ ചൈൽഡ് ലൈൻ വഴി കൗൺസിലിംഗിന് വിധേയമാക്കി. ഇതോടെയാണ് പീഡന വിവരം പുറത്തു വന്നത്. തുടർന്ന് CWC ഇരയുടെ സംരക്ഷണം ഏറ്റെടുത്തു. പെൺകുട്ടി 6 മാസം ഗർഭിണിയാണ് എന്നാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി. പോലീസ് തുടർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2020 മുതൽ 2022 വരെ കുട്ടികൾക്കെതിരായ ആക്രമണങ്ങളിൽ 1,53,426 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മഹാരാഷ്ട്രയിലാണ്, അതായത് 20,762 കുട്ടികൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മധ്യപ്രദേശിൽ 20,415, ഉത്തർപ്രദേശിൽ 18,682 തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉയർന്ന നിരക്കിലാണ് ഈ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നത്. 2022 കേരളത്തിൽ കുട്ടികൾക്കെതിരായ ആക്രമണത്തിൽ 5,640 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ കാര്യക്ഷമമല്ല എന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2012 ജൂൺ 18 പാർലമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് അഥവാ പോക്സോ നിയമം പാർലമെന്റിൽ പാസാക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് ഭേദഗതി ചെയ്താണ് കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തിയത്. ആൺ പെൺ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്.
കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ വ്യവസ്ഥകളും ശിശു സൗഹാർദ്ദപരമായ നടപടിക്രമങ്ങളുമാണ് പോക്സോ ആക്ടിലുള്ളത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കൽ, കുട്ടികളെ അശ്ലീല ചിത്രങ്ങൾ കാണിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് നിയമം വിഭാവനം ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുക, കേസന്വേഷണവും വിചാരണയും ബാലസൗഹൃദപരമാക്കുക, കുട്ടികളുടെ പുനരധിവാസം, ശാരീരിക മാനസിക ആരോഗ്യ സാമൂഹിക വികാസത്തിന് വേണ്ടി കുട്ടികളുടെ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുക എന്നിവ പോക്സോ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനും പ്രസ്തുത നിയമം ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഈ നിയമം പ്രായോഗിക അർത്ഥത്തിൽ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് സംശയമാണ്. കാരണം 2022 NSCRBയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് 63,414 പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ UPയിൽ 8,151, മഹാരാഷ്ട്രയിൽ 7,527, മധ്യപ്രദേശ് 5,996, തമിഴ്നാട് 4,968, രാജസ്ഥാൻ 3,371 സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോക്സോ കേസുകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. 2023 കേരളത്തിൽ 4,641 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കണക്കാണിത്. മലപ്പുറം 507, തിരുവനന്തപുരം റൂറൽ 407, പാലക്കാട് 367, എറണാകുളം റൂറൽ 325, ആലപ്പുഴ 287, കോട്ടയം 251 ജില്ലകളാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ വർഷം കൂടുന്നതോറും ഇത്രയേറെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ തോത്, ഈ അക്രമത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനമാണെങ്കിലും ഓരോ ജില്ലകളാണെങ്കിലും കേന്ദ്രീകരിച്ച് കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെ നിരക്ക് വർദ്ധിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്.